ഒരു നാണം കെട്ടവനെ ന്യായീകരിക്കാൻ ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ഒരാൾ വന്നിരുന്നിപ്പോൾ പറഞ്ഞതെന്താണ്? ആ നാണം കെട്ട MLAക്ക് എതിരായ ഒരു ആരോപണം മാത്രം ഉണ്ടായിരുന്നു. അയാളുടെ കിലുങ്ങുന്ന ശബ്ദം കേട്ടില്ലേ ഇവരാരും? ഒരു പെൺകുട്ടിയോട് അയാൾ നടത്തിയ സംഭാഷണം നിങ്ങൾ കേട്ടില്ലേ? നിന്നെ കൊല്ലാൻ ഒരു സെക്കൻഡ് മതിയെന്ന് ആ പെൺകുട്ടിയോട് പറയുന്നത് ഈ കോൺഗ്രസ്സുകാരും കേട്ടില്ലേ? ഇവന്മാർക്കൊന്നും നാണമില്ലേ? ഈ നാണമില്ലാത്ത കൂട്ടർക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നവർക്ക് അല്പമെങ്കിലും നാണമുണ്ടോ? നാണമുണ്ടോ? ഇന്ന് ഈ വർത്താനം പറയുമോ? അല്പം നാണം കൊണ്ട് KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ കസേരയിരിക്കുന്ന മാന്യൻ ഈ നാണമില്ലാത്ത വർത്താനം പറയുമോ? എന്താ നാണമില്ലാത്തവൻ പറഞ്ഞത്? നാണമില്ലാത്ത KPCC പ്രസിഡന്റ് പറയുകയാണ് പരാതിക്കാരുടെ ആ പരാതി ഡ്രാഫ്റ്റ് ചെയ്താണ്. KPCC പ്രസിഡന്റ് നാണമില്ലാത്തവനൊന്നും വിളിക്കണ്ട. ഞങ്ങളുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലക്ഷ്മി നാണംകെട്ട സണ്ണി ജോസഫാണ് പറയുന്നത് പരാതിക്കാരിക്ക് നാണംകെട്ട സണ്ണി ജോസഫ് അതല്ല പറയട്ടെ നാണംകെട്ട ഒരു KPCC പ്രസിഡന്റ് നാണംകെട്ട ഒരു ആളെ ന്യായീകരിക്കാൻ നാണംകെട്ട ഒരു KPCC പ്രസിഡന്റ് നാണംകെട്ട രീതിയിൽ തരംതാണ രീതിയിൽ നടത്തിയ വർത്തമാനമാണ്. ഒരു പരാതിക്കാരിക്ക് അതിജീവിതയ്ക്ക് നിയമപരമായ പിൻബലം ഉണ്ടാകാൻ പാടില്ല. ഒരു അതിജീവിതയ്ക്ക് ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് നാണംകെട്ട KPCC പ്രസിഡന്റ് പറയുന്നത്. ഈ നാണംകെട്ട പ്രസിഡന്റ് തന്നെയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആ നാണംകെട്ട UDF കൺവീനർ എന്നല്ല പറഞ്ഞല്ലോ ദിലീപിനൊപ്പമാണ്. കേരളത്തിലെ സർക്കാർ കെട്ടിച്ചമയ്ക്കാണ്. അപ്പീലുമായിട്ട് ദിലീപിനെ ദ്രോഹിക്കാൻ നടക്കുകയാണ്. ഇതെല്ലാം നാണം കെട്ടവന്മാരല്ലേ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്പം പോലും നാണമില്ലാത്തവന്മാര്, ഒരു കോൺഗ്രസ് പാർട്ടിക്കാര്. ആർക്കാ ഇവിടെ നാണമില്ലാത്തത്? നിങ്ങൾ കേട്ടില്ലേ എന്താ നാണം കെട്ടവൻ പറഞ്ഞത്? ആദ്യമായിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് നിന്നിലൊരു കുട്ടി ഉണ്ടാകണമെന്നോ? പിന്നെന്താ നാണം കെട്ടവൻ പറഞ്ഞത്? അബോർട്ട് ചെയ്യണമെന്നോ? അവരെ ന്യായീകരിക്കാനല്ലേ ഉടുപ്പിട്ടുകൊണ്ട് വന്നിരിക്കുന്നത്? ഏത് നാണക്കേട്? നമ്മളൊരു ചർച്ച പങ്കെടുക്കുമ്പോൾ സംസ്കാര സമ്പന്നമായി ചർച്ച പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പിള്ളേരൊക്കെ ചർച്ച പങ്കെടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. നമുക്ക് രാഷ്ട്രീയമായി ചർച്ച ചെയ്യാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സഭ്യമായും സാംസ്കാരികമായും ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷേ നാണംകെട്ട ഭാഷ ഉപയോഗിച്ചത് ആര് എന്ന കാര്യം നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. ഞങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇത്തരമൊരു വിഷയത്തിന്റെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല.